ഈ ഒരു പട്ടാളക്കാരൻ ഒരു റെസ്റ്റോറന്റിലേക്ക് കയറിയതും അവിടുത്തെ ഒരു സ്റ്റാഫ് ആണെങ്കിൽ അവനെ തടഞ്ഞ് ഈ ഒരു മുഷിഞ്ഞ യൂണിഫോം ധരിച്ച് അകത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുന്നു. ഇത് കേട്ട പട്ടാളക്കാരൻ ഇന്ന് നാട്ടിലേക്ക് എത്തിയവൻ ആ റെസ്റ്റോറന്റിനകത്തുള്ള അവന്റെ ഗേൾഫ്രണ്ടിനെ സർപ്രൈസ് ചെയ്യാനാണ് അവരേക്ക് വന്നതെന്ന് പറഞ്ഞെങ്കിലും സെക്യൂരിറ്റി ഗാർഡ് അവനോട് ഇപ്പോൾ തിരിച്ചു പോകാൻ പറയുകയാണ്. എന്നാൽ ഈ സമയം ആ പയ്യൻ ഒരു ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നു. കാരണം ഇപ്പോൾ അവന്റെ ഗേൾഫ്രണ്ടിന്റെ അടുത്തേക്ക് മറ്റൊരു വ്യക്തി വന്ന് അവളെ ഹഗ് ചെയ്യുന്നത് ആ ഒരു പയ്യൻ കാണുകയാണ്. അങ്ങനെ താൻ ആ നാടിന് വേണ്ടി കാവൽ നിൽക്കുമ്പോൾ തന്റെ പെണ്ണ് മറ്റൊരാളുടെ കൂടെ തന്നെ ചീറ്റ് ചെയ്യുകയാണെന്ന് മനസ്സിലാക്കിയവൻ വളരെ ദേഷ്യത്തോടെ പുറത്തേക്ക് വേസ്റ്റ് കളയാൻ വന്നത് കണ്ട് അവനിപ്പോൾ ആ ഒരു സ്റ്റാഫിന് കുറച്ച് പണം കൊടുത്ത് ആ ഒരു സ്റ്റാഫിന്റെ യൂണിഫോം ധരിച്ച് ഒരു റെസ്റ്റോറന്റിന് അകത്തേക്ക് കയറുന്നു. ഈ സമയം ആ ഒരു വ്യക്തി ആ ഒരു പെൺകുട്ടിക്ക് പുതിയൊരു വീട് സമ്മാനമായി നൽകുന്നത് കണ്ട് അയാൾ ഒരു പണക്കാരനാണെന്ന് മനസ്സിലാക്കി ആ ഒരു പയ്യൻ പെട്ടെന്ന് കിച്ചണിലേക്ക് ചെന്ന് ഓർഡർ ചെയ്ത കേക്കിനകത്ത് ഇപ്പോൾ ഒരു മോതിരം ഒളിപ്പിച്ച് വെക്കുന്നു. പക്ഷേ അവരാണെങ്കിൽ ആ ഒരു കേക്ക് കഴിക്കാൻ ആരംഭിച്ചതും ആ ഒരു മോതിരം ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ തൊണ്ടയിൽ കുടുങ്ങുകയാണ്. അങ്ങനെ ഈ ഒരു സംഭവം കണ്ട് അവിടെ ഓടിയെത്തിയ ആ ഒരു പയ്യനെ കണ്ട് ഷോക്കായ ഒരു പെൺകുട്ടിയോട് ആ പയ്യൻ ഇപ്പോൾ വളരെ ദേഷ്യത്തോടെ കാര്യം ചോദിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ആ ഒരു വ്യക്തി ആ ഒരു പെൺകുട്ടിയുടെ അച്ഛനായിരുന്നു. ഇത് കണ്ട് ഷോക്കായ ഒരു പയ്യനാണെങ്കിൽ ഉടനെ തന്നെ അവരുടെ വായിൽ നിന്നും ആ ഒരു മോതിരം പുറത്തേക്കും എടുക്കുന്നു. അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ അച്ഛനോട് തുറന്നു പറഞ്ഞ ഒരു പയ്യനാണെങ്കിൽ അയാളോട് ക്ഷമ ചോദിച്ചതും അയാൾ അവനോട് നീ എന്തിനാണ് ഈ ഒരു സ്റ്റാഫിന്റെ യൂണിഫോം ധരിച്ചതെന്ന് ചോദിക്കുന്നു. അതിനാ ഒരു പയ്യൻ പുറത്തുള്ള ഒരു സെക്യൂരിറ്റി ഗാർഡാണ് തന്റെ യൂണിഫോം കണ്ട് തന്നെ ആദ്യം അകത്തേക്ക് വിട്ടില്ല എന്ന് പറഞ്ഞു ദേഷ്യം വന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഉടനെ തന്നെ ആ ഒരു സെക്യൂരിറ്റി ഗാർഡിനെ അകത്തേക്ക് വിളിക്കുന്നു. അങ്ങനെ അവനോട് കാര്യം ചോദിച്ച ഒരു വ്യക്തിയാണെങ്കിൽ അവന്റെ തനി രൂപം മനസ്സിലാക്കി ഉടനെ തന്നെ ആ ഒരു സെക്യൂരിറ്റി ഗാർഡിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണ്. കാരണം യഥാർത്ഥത്തിൽ ആ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ ആ ഒരു റെസ്റ്റോറന്റിന്റെ ഓണർ ആയിരുന്നു.